ഈ തെരുവുനായകളുടെ അഴിഞ്ഞാട്ടത്തിന്റെ രക്തസാക്ഷിയാണ് ഹബീറ. മകൾ നിയ ഫൈസൽ മിടുക്കിക്കുട്ടിയാണ്. നഷ്ടമായത് നമുക്കൊക്കെ വേദനയായതാണ്. ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച 12-കാരുടെ അമ്മ സുപ്രീം കോടതിയിൽ അല്പസമയം മുമ്പ് കക്ഷിയുടെ അപേക്ഷ നൽകിയിട്ടുണ്ട്. പെരുന്നാട്ടിൽ 2022 മരിച്ച അഭിരാമിയുടെ അമ്മ രജനി കോടതിയെ സമീപിച്ച് താൻ മകളെ നഷ്ടപ്പെട്ട നിർഭാഗ്യതയെ അമ്മയെന്ന് രജനി പറയുകയാണ്. ഇരകൾക്ക് ധനസഹായം നൽകണമെന്നാണ് ആവശ്യം. തെരുവുനായ പ്രശ്നത്തിലെ കേസിൽ കക്ഷിയുടെ അപേക്ഷയെ നൽകിയിട്ടുണ്ട്. ശ്രീമതി ഹബീറ നിയമോൾ പോയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 6 മാസം കഴിയുന്നുണ്ട്, 6 മാസമെങ്കിലും തികയുന്നുണ്ട്. ഇന്നൊരു സുപ്രീം കോടതി ഉത്തരവ് കണ്ടിരുന്നോ? ഇനി ഒരു അമ്മയ്ക്കും താങ്കളും ഈ അഭിരാമിയുടെ അമ്മയ്ക്കൊക്കെ നേരിട്ടതുപോലെയുള്ള സങ്കടം ഒഴിവാകുമെന്ന് കരുതാമോ ഹബീറ? നമ്മുടെ സുപ്രീം കോടതി ഇങ്ങനൊരു വിധി വെച്ചെന്ന് വിചാരിച്ച് നമ്മുടെ കേരള സർക്കാർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? ഇല്ല. കാരണം സുപ്രീം കോടതി പറയുന്നതല്ലല്ലോ നമ്മുടെ സർക്കാർ ചെയ്യുന്നത്. ഇപ്പം വരേണ്ട വിധി അല്ലായിരുന്നു ഇത് വരേണ്ടത് വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു അല്ലേ? 6 മാസം കഴിഞ്ഞു. ഇല്ലായിരുന്നു. എന്നെ പോലെ പല അമ്മമാരും ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. ഒരു കുറ്റബോധത്തിന്റെ പുറത്താണ് ഞങ്ങളുടെ ഇനി മരണം വരെയുള്ള ഞങ്ങളുടെ ജീവിതം. ഇന്ന് നമ്മൾ പട്ടി കടിച്ച് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് വാക്സിൻ കൊടുക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഹാഷ്മി? എൻ്റെ മോടെ കാര്യം ഉദ്ദേശിച്ചിട്ട് തന്നെ ചോദിക്കുക. അവർ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതിനെല്ലാം മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാരാ? ഈ ജനങ്ങളുടെ സുരക്ഷ ആരാ മുന്നേ ചെയ്യേണ്ടത്? ഇതെല്ലാം നമ്മുടെ സർക്കാരല്ലേ? ഹബീറ, ഇവിടെ ഈ എന്താണ് നമ്മുടെ പട്ടി കടിക്കുമ്പോഴേക്കും ആഴത്തിലേക്ക് പട്ടി കടിച്ചാൽ ഈ ആന്റി റാബീസ് വാക്സിൻ എഫക്റ്റീവ് അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ കടിക്കാൻ വരുന്ന പട്ടിയുടെ കടമ നമ്മുടെ സർക്കാരിനില്ലേ? ഈ പേവിഷബാധ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഹാഷ്മി പറഞ്ഞ മരണം ഉറപ്പാണ്. 1 വർഷം കഴിഞ്ഞ് റിയാക്ട് ചെയ്തവരും ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു മരണം വരാതെ ഇരിക്കാൻ വേണ്ടി സംരക്ഷിക്കേണ്ട നമ്മുടെ സർക്കാർ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വേറിട്ട് ചിന്തിക്കുന്ന നമ്മുടെ കേരളമാണ് ഏതൊരു കാര്യത്തിനും. എന്നാൽ ഈ ഒരു കാര്യം മാത്രം നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇപ്പം തന്നെ മാറ്റി പാർപ്പിക്കാൻ സ്ഥലമില്ല. നമ്മുടെ നാട്ടിൽ സ്ഥലമില്ലാത്തത് എവിടെയാണ് ഉള്ളത്? ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ഫണ്ട് കണ്ടെത്താനോ ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മെനക്കെടാനോ അവർക്ക് തയ്യാറല്ല. അതാണ് കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.